ഹലോ, നമസ്കാരം. ഇന്നെൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു മാറ്റർ ഉണ്ടായിരുന്നു, ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഐ വുഡ് സേ അഹംഭാവം. യുനോ ഞാൻ എന്നുള്ള നമ്മളെല്ലാവർക്കും ഉള്ളൊരു വിചാരമാണ്. അതിപ്പോൾ ഏതെങ്കിലും സെയിൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യാളനായിക്കോട്ടെ, ഏതെങ്കിലും ഒരു എന്താ പറയുക ദുഷ്ടനായിക്കോട്ടെ, ഒരു ക്രൂരനായിക്കോട്ടെ, ഉം, ഒരു ഗുണ്ടയായിക്കോട്ടെ, ഒരു പാവമായിക്കോട്ടെ, ഒരു കുട്ടിയായിക്കോട്ടെ, ഏത് ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഏത് റോള് പ്ലേ ചെയ്യുന്ന ഏത് ഏജ് എന്താ പറയുക ഏജ് റേഞ്ചിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഈ അഹംഭാവം ഡെഫിനറ്റായിട്ട് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഫോർ ഷുവർ. അതില്ലാണ്ട് നമ്മൾ ജീവിക്കുന്നതിൻ്റെ കാര്യമില്ല. അങ്ങനെ ഒരു ഫീലിംഗ് വേണം. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് അത് നല്ലതാവുമ്പം അല്ലെങ്കിൽ കൂടുതൽ ഒരു ഏജ് വരെ നമ്മൾ സപ്രസ്സായിട്ട് അത് പുറത്തേക്ക് നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മളെ പറ്റി കെയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു കോൺസെപ്റ്റാണ് സെൽഫ് ലവ്. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം സംസാരിക്കാം. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരുപാട് സബ് ടോപ്പിക്സ് അതിനുണ്ട്. അപ്പോൾ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നിന്ന് പോവും. സോ ഞാനിതിനെപ്പറ്റി പറയാം. ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഞാൻ അധികം എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് പറയാം. ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഇപ്പോൾ അടുത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, വെരി വെരി ക്ലോസ്, ആൻഡ് എനിക്ക് പറയാം എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയാം, അവരും തമ്മിൽ ഒരു ഉടക്കുണ്ടായി. ഉടക്കിൻ്റെ സെൻസ്, ഞാൻ പറഞ്ഞ ടോൺ, മെയിൻ തിങ്, ഞാൻ പറഞ്ഞ ടോണ് അവർക്ക് ഇഷ്ടമായില്ല. ഓണസ്റ്റ്ലി ഐ നെവർ മെൻറ്റ് ഇറ്റ് ദാറ്റ് വേ. ഞാൻ ആ ഒരു എന്താ പറയുക ടോണിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹേർട്ടാവും, ഞാനൊന്ന് ഹേർട്ട് ചെയ്ത് കളയാം, ഒരു കുത്തി പറഞ്ഞു കളയാം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതേ അല്ല. നെവർ. എൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെ ആയിരുന്നേ ഇല്ല ആ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞ സമയം, ആ ഒരു ടോപ്പിക് ഞങ്ങൾ സംസാരത്തിലെത്തിയപ്പോൾ. പക്ഷേ അവസാനം അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത്, ഞാൻ ആ പറഞ്ഞത് അവർക്ക് മനസ്സിലായ ആ ഒരു ടൊണാലിറ്റിയിലുള്ള ഭാവവും ഞാൻ ഉദ്ദേശിച്ചതുള്ള ഇൻറ്റൻഷനും ടോട്ടലി ഡിഫറെൻ്റ് ആയിപ്പോയി. സോ ടോൺ, യുനോ ടോൺ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്ന കാര്യത്തിൽ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന്. എൻ്റെ ചില റിലേറ്റീവ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വളരെ ക്ലോസ് ആയ ചില ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കാണ്. ഇപ്പം ഞാൻ ഒരുപാട് അതിന് മുകളിൽ വർക്ക് ചെയ്ത് കുറേയും കൂടെ ബെറ്ററായി. പക്ഷേ ഏർലിയർ ഐ വാസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ഞാൻ എക്ദം കട്ട് ത്രൂട്ടായിരുന്നു. നമ്മളിങ്ങനെ പറയുമ്പം ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഉത്തരം കിട്ടും, ഒരാൾക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ പോലെ. എന്നുവെച്ചാൽ തറുതല്ല പറയുക എന്നുള്ളതല്ല, തർക്കുത്തരം പറഞ്ഞിട്ടല്ല, പക്ഷേ ഉള്ള കാര്യം അങ്ങനെ തന്നെ പറയും. പക്ഷേ ഞാൻ ടോൺ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഞാനങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കില്ല. എന്താ പറയുക, ഞാൻ ഈ പറയുന്ന ടോണിലും വേറെ ആൾക്ക് ഹേർട്ടാവുമോ, അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ടോണ് ഈ ടോൺ ഉപയോഗിച്ചാൽ അവർക്കത് മനസ്സിലാവുമോ, ഞാൻ ഉദ്ദേശിക്കുന്ന ഇൻറ്റൻഷൻ കൺവേ ആവുമോ, ഞാൻ ഉദ്ദേശിക്കുന്ന ഭാവം അത് ആ ടോണിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ കെയർ ആണ് കാണിക്കുന്നെങ്കിൽ പക്ഷേ ഞാൻ ദേഷ്യത്തിൽ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ടോ, ഷീ ട്രൈങ് ടു കെയർ, അല്ലെങ്കിൽ എന്നെപ്പറ്റി കൺസേൺ ഉള്ളതുകൊണ്ടാണ്, ആൻഡ് ഷി ലൈക്സ് മീ, അതുകൊണ്ടാണ് അവളിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് മുന്നത്തെ ആൾക്ക് മനസ്സിലാവും എന്നുള്ളത് ഞാൻ കൺസേൺഡ് ആയിരുന്നില്ല. ബിക്കോസ് ഐ ന്യൂ ദറ്റ് ഐ വാസ് പ്യുവർ. ഐ സ്റ്റിൽ പ്യുവർ. എൻ്റെ ഇൻറ്റൻഷൻസ് ക്ലിയർ ആണ്. ബിക്കോസ് വെൻ ഐ കെയർ ഫോർ സംവൺ, ഞാനത് സ്ട്രേറ്റ് ഫോർവേഡ് അവരോട് തന്നെ പറയും. എനിക്ക് അവരോട് ഒരു കുറ്റമുണ്ടെങ്കിൽ ഞാൻ അന്നയാളോ അപ്പുറത്ത് കൂടെ കറങ്ങി അല്ലെങ്കിൽ വേറെ ഒരാളുടെ ത്രൂ അയാളോട് പറയുന്നതിനെക്കാട്ടും നല്ലത് അയാളോട് പറയാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. സോ ഐ എം സ്ട്രേറ്റ് ഫോർവേഡ് ബൈ നേച്ചർ. ഉള്ള കാര്യം ഞാൻ അവരോട് പറയും. എനിക്കിഷ്ടമുള്ള ആളാണെങ്കിൽ, എനിക്ക് പറയാൻ പറ്റുന്ന അപ്രോച്ചുള്ള ഒരാളാണെങ്കിൽ, എനിക്കും അയാളും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ ഐ പ്രിഫർ ടെല്ലിങ് ദറ്റ് സെയിം പേഴ്സൺ. അവരോട് തന്നെ എനിക്കിങ്ങനെ. പക്ഷേ ഞാൻ മൂഡ് നോക്കിയിട്ട് പറയാം. അങ്ങനെ ഒരു നല്ലതല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഓൾവേസ് ഐ ടോക്ക് അബൌട്ട്, ഇതും വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയെങ്കിൽ, ഞാൻ എൻ്റെ അമ്മേനോട് സംസാരിച്ച ഒരു ടോപ്പിക്, ഒരു ഇൻസിഡൻ്റായിട്ട് ഞാൻ പറയാം. ഈ ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മൂഡ് എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ, അയാളുടെ പെരുമാറ്റത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ, അയാളോട് നമ്മൾ അതിനെപ്പറ്റി ചോദിച്ചിട്ട് ആൻഡ് ദെൻ സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ വെരി ഗുഡ് കോൺവെർസേഷൻ, വെരി നൈസ് ടോപ്പിക് അല്ലെങ്കിൽ, നമ്മളെങ്ങനെ അത് ചോദിക്കുന്നതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ അമ്മേനോട് സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായവും ഞാൻ വേറൊരു ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് പറയും. സോ കുറേ പേർക്ക് ഇഫക്റ്റ് ഓൾ യു ഗൈസ് ആർ. ആർക്കെങ്കിലും മടിയില്ലാണ്ട് ഇതിന് കമൻറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നല്ല നല്ല എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ടാവുന്നുള്ളത് ഐ എം ഡെഫിനറ്റ്ലി ഷുവർ. പക്ഷേ നിങ്ങൾ ആ ഒരു ടൈം എടുത്ത് ഒരു 2 സെക്കൻഡ് എടുത്ത് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സിൽ ഒരു കോമൻറ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക്
ഇറ്റ്സ് വാല്യൂബിൾ അല്ലേ? നിങ്ങൾ ടൈപ്പ് ചെയ്ത് വേറെ എത്രയോ പേർക്ക് വായിക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് വായിച്ചിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്ക് പുതിയൊരു സംഭവം ഒരു ലേണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം വേറെ ഒരാൾക്കൊരു ലേണിംഗ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ വീഡിയോസിൽ സംസാരിക്കുന്നത്. ഇപ്പം സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇത് സംസാരിക്കുന്നതിൻ്റെ പല ടോപ്പിക്സ് സംസാരിക്കുന്നതിൻ്റെ കാര്യം, ചില ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും. എങ്ങനെ കുക്ക് ചെയ്യാം, എങ്ങനെ തുന്നാം, എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ ഒരു നല്ല മേക്കപ്പ് ചെയ്യാം, അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാം, ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഞാൻ മോസ്റ്റ്ലി പിക്കപ്പ് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ബിഹേവിയർ, നമ്മൾ മാനറിസംസിൽ, നമ്മളെ തോട്ട് പ്രോസസ്സ്, നമ്മൾ വ്യൂ, ഒരാളൊരു ആംഗിൾ, അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഒരാളെ പറ്റി തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാനെങ്ങനെ ഐ ലുക്ക് അറ്റ് ഇറ്റ്, ഓർ വേറൊരാളിങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് മോസ്റ്റ്ലി ടോപ്പിക്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് അവർക്കത് റിലേറ്റബിൾ ആയിട്ട് തോന്നും, ഡെഫിനറ്റായിട്ടും. അത് അത്രയും എക്സ്ട്രീം എന്താ പറയുക, സ്കൈ റോക്കറ്റ് ചെയ്യുന്ന നമ്മൾ തലേൻ്റെ മേലെ കൂടെ പോകുന്ന കാര്യമല്ല മോസ്റ്റ്ലി പറയുന്നത്. സോ ഐ തിങ്ക് കൂടുതൽ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ആൻഡ് കമൻറ്റ്. ഒരു 30 seconds മാക്സിമം 1 minute എടുക്കുള്ളൂ. അത്രയ്ക്ക് ബിസിയാണോ നിങ്ങൾക്കൊക്കെ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇത്രയും ബിസിയാണോ? ഈ വീഡിയോ കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് യു ക്യാൻ ടൈപ്പ്, അല്ലേ? യു ക്യാൻ ജസ്റ്റ് ടൈപ്പ്, ശരിയായി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ പറയുന്ന കാര്യം എനിക്ക് റിലേറ്റബിളേ അല്ല, അല്ലെങ്കിൽ നീ പറയുന്നതിൽ എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. യു ക്യാൻ ഓൾസോ ടൈപ്പ്. വാട്ട്സ് എ ബിഗ് ഡീൽ? അത്രയൊക്കെ ചെയ്യാം, അല്ലേ? എനിക്ക് തോന്നുന്നു ദാറ്റ്സ് എ ഗുഡ് തിങ്. അതുകൊണ്ട് എനിക്ക് ക്രെഡിറ്റ് ഉണ്ടായിട്ടല്ല. ഇറ്റ്സ് ആൻ ഇൻട്രാക്റ്റീവ് മീഡിയ, അല്ലേ? നമുക്ക് നമ്മളെ അഭിപ്രായം പുറത്തേക്ക് പറയാൻ പറ്റുക, അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ പറയാന്നുണ്ട്. ചില ആൾക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്വന്തമായിട്ട് പറയില്ല ഒരു ടോപ്പിക്ക്. പക്ഷേ ചില ആൾക്കാർ അറ്റ്ലീസ്റ്റ് വേറൊരാളുടെ വീഡിയോയിൽ കോമൻറ്റ് ചെയ്തിട്ട് അവരെ പറയില്ലേ, എന്താ പറയുക, നമ്മളെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പോയിൻ്റ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളത് പറയാൻ, എക്സ്പ്രസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കും. സോ ഐ തിങ്ക് ഇറ്റ്സ് എ സ്മോൾ വേ ഓഫ് ഇൻട്രാക്ടിങ്. ഇത്രയും സംസാരിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേ ക്യാൻ ടോക്ക് via one comment, and that really matters a lot. It's fun to read, അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ട് വായിക്കാനും ഒരു രസമായിരിക്കും. ഐ ഫീൽ, ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്നത്, കാരണം ഞാനങ്ങനെ എഴുതുന്ന ആളാണ്. സോ ഐ വുഡ് എൻകറേജ് അതേഴ്സ് ഓൾസോ ടു ഡു ദ സെയിം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക് അധികം നീട്ടാതെ പറയാം. ഞാൻ പറഞ്ഞ ടോണ്, ഞാൻ പറഞ്ഞ എന്താ പറയുക, ഇൻറ്റൻഷൻ എൻ്റെ കെയർ ആയിരുന്നു. പക്ഷെ മുന്നത്തെ ആൾക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടിയെന്ന് പറയാൻ പറ്റില്ല, പൊരിഞ്ഞ അടിയെന്ന് പറയാൻ പറ്റില്ല, അതൊരു റോങ് ഇതായിരിക്കും. പക്ഷേ അത് ഞങ്ങൾ വളരെ ഡീസൻറ്റ്, ഭയങ്കര റെസ്പെക്റ്റൊക്കെ പിടിച്ച് ഞങ്ങളത് അമർത്തി, വരുന്ന ദേഷ്യമൊക്കെ കടിച്ചമർത്തി ഞങ്ങളത് മാക്സിമം എന്താ പറയുക, ഒരു നല്ല ലാംഗ്വേജൊക്കെ യൂസ് ചെയ്ത് അതിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഓണസ്റ്റ്ലി എന്നത് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കി. 2 ദിവസം ആ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിനെയും ഒരുപാട് അത് ഡിസ്റ്റർബ്ഡ് ആക്കി. ആൻഡ് അവരെന്നോടത് തുറന്നു പറഞ്ഞു. ഐ വാസ് ഹാപ്പി. ഒരു ഡേ എടുത്തതിന് ശേഷം അവരെന്നോടത് പറഞ്ഞു, നീ പറഞ്ഞ ടോണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ഐ ഫെൽറ്റ് വെരി ഇൻസൾട്ടഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അപ്പോളജൈസ് ചെയ്തു. ഐ എം റിയലി സോറി, ഐ നെവർ മെൻറ്റ് ദാറ്റ്. ഞാൻ ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനും, വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ എനർജി, അല്ലേ? വൈ ഷുഡ് ഐ ട്രൈ ടു, എന്താ പറയുക, നിങ്ങൾക്കൊരു നല്ല കാര്യം അല്ലെങ്കിൽ കെയർ ചെയ്യാനുള്ളത് ഞാൻ എൻ്റെ ബോസി ടോൺ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഹേർട്ട് ചെയ്യേണ്ട കാര്യം എന്താ എന്ന് പറഞ്ഞ് ഞങ്ങളത് എന്താ പറയുക, അങ്ങോട്ടും മാപ്പ് പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. വി ഗോട്ട് ബാക്ക് ടു ട്രാക്ക്. നൗ വി ആർ നോർമൽ ആൻഡ് ഗുഡ്. പക്ഷേ മൈ പോയിൻറ്റ് ഹിയർ വാസ്, നമ്മളെ ടൊണാലിറ്റി ഒരുപാട് മാറ്റർ ചെയ്യുന്നൊരു വലിയൊരു ആസ്പെക്റ്റാണ്. നമ്മൾ പറയുമ്പോൾ, നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ, അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നതിനെക്കാളും നല്ലത് ഒന്നങ്ങനെ ചെയ്യുമോ എന്ന് പറയുന്നത്. നമ്മൾ അവരോട് സീക്കിങ് പെർമിഷൻ അല്ല, നമ്മൾ അവരോട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് തരുമോയെന്ന് നമ്മൾ പെർമിഷൻ, അല്ലെങ്കിൽ അവരെ എന്താ ഹെൽപ്പിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ദിസ് ഈസ് അനദർ വേ ഓഫ് പുട്ടിങ് an ഇൻസ്ട്രക്ഷൻ ഔട്ട്, അല്ലെങ്കിൽ അനദർ വേ ഓഫ് ഒരാളോട് പറയുന്നത്, ഇതൊന്ന് ചെയ്ത് തരുമോ, ആ കപ്പൊന്ന് കഴുകി വെക്കോ, അല്ലെങ്കിൽ ഈ സാധനം എടുത്ത് അങ്ങോട്ടേക്ക് വെക്കോ, അല്ലെങ്കിൽ ഒന്ന് കർട്ടൻ അടയ്ക്കോ എന്ന് പറയുന്നത് നമ്മൾ അവരോട് പ്ലീസ് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതല്ല, ക്യാൻ യു പ്ലീസ് ഡു ഇറ്റ് എന്നുള്ളതല്ല. പക്ഷേ വുഡ് യു മൈൻഡ് ഡൂയിങ് ദാറ്റ് എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ചെയ്യോ എന്ന് പറയുന്നതാണ്. ഇൻ ദ സെൻസ്, ഒരു സ്വീറ്റ് ജെസ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ ടൊണാലിറ്റിയിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം ഒരാളോട് ചെയ്യാൻ പറയുമ്പോൾ ഐ തിങ്ക് പീപ്പിൾ പ്രിഫർ ദാറ്റ് ബെറ്റർ എന്ന് ഞാൻ ഇപ്പം പഠിച്ചൊരു ലെസണാണ്. ഐ തോട്ട് ഐ ഷുഡ് ഷെയർ ഇറ്റ് വിത്ത് യു ഓൾ. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡു ഷെയർ. ടേക്ക് കെയർ.